മാനം കാക്കാൻ മനോജ് എബ്രഹാം IPS. കേരള പോലീസ് പൊതുസമൂഹത്തിന് മുന്നിൽ ഇതുപോലെ നാണം കെട്ടൊരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറക്കെ പറയാം, ഇല്ല എന്ന്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ പോലീസിന്റെ വിലയിടിച്ചത് ആരാണെന്ന് ചോദിച്ചാലും തൊണ്ടപൊട്ടുമാർ ഉറക്കെ പറയാം, അത് മറ്റാരുമല്ല, സാക്ഷാൽ പിണറായി വിജയൻ ആണെന്ന്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാലും പറയാം, അതാണ് ജനാധിപത്യത്തിന്റെ ഇന്നത്തെ ഗതികേടെന്ന്. സുജിത് ദാസ് IPS PV അൻവറിന്റെ കാല് പിടിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നത് കേട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, ഇവനെയൊക്കെ ഇനി ഞങ്ങൾ എങ്ങനെ സല്യൂട്ട് അടിക്കും എന്നാണ്. സത്യമല്ലേ? എന്തൊക്കെ ആരോപണങ്ങളാണ് പോലീസിന് കേൾക്കേണ്ടി വന്നത്. സ്വർണം പൊട്ടിക്കൽ, മയക്കുമരുന്ന് ഹവാല ബന്ധങ്ങൾ, അത് മറയ്ക്കുവാൻ കൊലപാതകങ്ങൾ, IPS ഉദ്യോഗസ്ഥന്റെ ഫോൺ പോലീസ് ആസ്ഥാനത്ത് നിന്നും തന്നെ ചോർത്തി പോലീസ് അൻവറിനെ പോലെയുള്ളവർക്ക് നൽകുക, ലൈംഗിക പീഡന കേസുകൾ, പോലീസ് ആസ്ഥാനത്തിരുന്ന് റിയൽ എസ്റ്റേറ്റ് കച്ചവടം, പൂരം കലക്കൽ, രാഷ്ട്രീയ മധ്യസ്ഥത, അഴിമതി, കൊള്ളക്കാരുടെ സിംഗിൾ പോയിന്റ് സംരക്ഷകനായി വർത്തിക്കൽ, അങ്ങനെ എന്തല്ല. ഇപ്രകാരം കേരള പോലീസ് മാനം പോയി ഏറെ വിവാദങ്ങൾ നേരിടുന്ന ഈ നിർണായക കാലഘട്ടത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി മനോജ് എബ്രഹാം IPSനെ എത്തിച്ചതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് പോലീസിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തൽ തന്നെയാണ്. അതുപോലെ ഈ കളി ജയിച്ചു കയറുവാൻ ഇറക്കിയ രോഹിത് ശർമ്മയാണ് അദ്ദേഹം. ഇതിനായി മനോജ് എബ്രഹാം IPSന് പകരം വെക്കുവാൻ നിലവിൽ പോലീസ് സേനയിൽ മറ്റൊരു മുഖമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ADGP MR അജിത് കുമാറിനെ മാറ്റി മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല നൽകി സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. വിശ്വസ്തൻ എന്നതിനപ്പുറം താഴെത്തട്ടിലുള്ള പോലീസുകാർ മുതൽ IPS തലത്തിൽ വരെ ഒരേപോലെ സ്വാധീനമുള്ള IPS ഓഫീസർ എന്ന നിലയിലാണ് മനോജ് എബ്രഹാമിന് നറുക്ക് വീണത്. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ വിശ്വസ്തനായ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റേണ്ട അവസ്ഥയിലെത്തിയപ്പോൾ പകരക്കാരൻ ആര് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഭിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ ഉത്തരവും മനോജ് എബ്രഹാം IPS തന്നെ ആയിരുന്നു. 2023 TK വിനോദ് കുമാറിന്റെ പകരക്കാരനായാണ് മനോജ് എബ്രഹാം ഇന്റലിജൻസ് മേധാവിയായി നിയമിതനായത്. തുടർന്ന് ഡിസംബറിൽ പോലീസ് ആസ്ഥാനത്തെ ADGPയുടെ അധിക ചുമതലയും വഹിച്ചു. സർക്കാരുകൾ മാറി വരുമ്പോഴും പ്രധാന ചുമതലകളിൽ മനോജ് എബ്രഹാമിനെ നിയോഗിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കഴിവിലുള്ള ആ വിശ്വാസത്തിന്റെ നേർസാക്ഷ്യമാണ്. ഈ വർഷം അവസാനം മനോജ് എബ്രഹാം IPSന് DGP ആയി ഉദ്യോഗക്കയറ്റം ലഭിക്കും. അതുവരെ അദ്ദേഹം ക്രമസമാധാന ചുമതലയിൽ തുടരുവാനാണ് സാധ്യത. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ ആ പദവിയിലും മനോജ് എബ്രഹാം IPS എത്തുമെന്നാണ് വിലയിരുത്തൽ. 1994 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ മനോജ് എബ്രഹാമിന് വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിയന്ത്രിക്കുന്നതിലും കൊച്ചിയിലെ ഗുണ്ടാവിളയാട്ടം അവസാനിപ്പിക്കുന്നതിലും മനോജ് എബ്രഹാം IPSന്റെ ഇടപെടൽ വളരെ ചർച്ചയായിരുന്നു. സുരേഷ് ഗോപി IPS വേഷത്തിൽ കസറിയ ഭരചന്ദ്രൻ IPS എന്ന ചിത്രത്തിന്റെ ഇൻസ്പിറേഷൻ മനോജ് എബ്രഹാം IPSന്റെ പ്രവർത്തനശൈലിയാണെന്ന് തിരക്കഥാകൃത്ത് മുൻപ് പറഞ്ഞതോർമ്മയുണ്ട്. അടൂർ ASP ആയാണ് അദ്ദേഹം സർവീസ് ആരംഭിച്ചത്. പത്തനംതിട്ട, കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ SP ആയും, കൊച്ചി, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായും, തിരുവനന്തപുരം റേഞ്ച് IG, പോലീസ് ആസ്ഥാനത്തെ IG, വിജിലൻസ് ADGP, ഇന്റലിജൻസ് മേധാവി എന്നീ നിലകളിലും മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. കേരള പോലീസിനെ ആധുനികവൽക്കരിക്കുന്നതിൽ പ്രത്യേകിച്ച് സൈബർ സുരക്ഷാ മേഖലയിൽ കേരള പോലീസിന്റെ നിലവാരം രാജ്യാന്തര തലത്തിൽ ഉയർത്തിയത് ഇദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ്. രാജ്യത്തെ സൈബർ സുരക്ഷ മുൻനിർത്തിയുള്ള മികച്ച പ്രവർത്തനം നടത്തുന്നവരുടെ പട്ടികയിൽ സൈബർ ഡോം നോഡൽ ഓഫീസർ കൂടിയായ മനോജ് എബ്രഹാം ഇടം പിടിച്ചിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രമുഖ ഓൺലൈൻ മാധ്യമമായ The 420 ആണ് 100 പ്രമുഖരുടെ പട്ടിക പുറത്തുവിട്ടത്. സൈബർ ഡോം വഴി നടത്തുന്ന സൈബർ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ മികവ് പരിഗണിച്ചാണ് മനോജ് എബ്രഹാം IPS ആ പട്ടികയിൽ ഇടം നേടിയത്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരുന്ന സൈബർ കുക്കുൺ രാജ്യാന്തര കോൺഫറൻസും സൈബർ സുരക്ഷാ രംഗത്തെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രമുഖ ഇവന്റാണ്. 1999 കാലഘട്ടത്തിൽ കണ്ണൂരിൽ യുവമോർച്ച നേതാവ് KT ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കൊലപ്പെടുത്തിയതോടെ പൊട്ടിപ്പുറപ്പെട്ട രാഷ്ട്രീയ കൊലപാതകങ്ങളും കലാപവും നിയന്ത്രിക്കുന്നതിനായിരുന്നു യുവ IPS ഓഫീസറായിരുന്ന മനോജ് എബ്രഹാമിനെ അന്നത്തെ മുഖ്യമന്ത്രി EK നായനാർ സമർത്ഥമായി ഉപയോഗിച്ചത്. ആ ചുമതല തന്റെ ഇടത്തോടെ ഏറ്റെടുത്ത് അദ്ദേഹം കണ്ണൂരിലേക്ക് പോകുന്നതിന് മുമ്പായി അദ്ദേഹം EK നായനാരോട് ആവശ്യപ്പെട്ട ഏക കാര്യം, ചുമതല ഏറ്റെടുക്കാം, പക്ഷേ അങ്ങയുടെ പാർട്ടിക്കാരോട് എന്റെ തീരുമാനങ്ങളിൽ ഇടപെടുവാൻ പാടില്ലെന്ന് പറയണം എന്നതായിരുന്നു. അപ്പോൾ നായനാർ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചെറിയൊരു ചിരിയോടെ ചോദിച്ചു, അപ്പോ നമ്മുടെ പാർട്ടിക്കാരെ ഒതുക്കാനാണോ എൻ്റെ ലക്ഷ്യം? അതിന് മനോജ് എബ്രഹാം
IPS മറുപടി ഇപ്രകാരമായിരുന്നു: സർ, എനിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞാലേ സർ വിചാരിക്കുന്നത് പോലെ അവിടെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുവാൻ കഴിയൂ എന്നതായിരുന്നു. ശരി, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയൊരു കൊലപാതകവും അവിടെ ഉണ്ടാകാതെ നോക്കണം എന്ന് നായനാർ മറുപടിയും പറഞ്ഞു. നായനാർ വാക്കുപാലിച്ചു, മാന്യത കാണിച്ചു. മനോജ് എബ്രഹാം IPSും അദ്ദേഹത്തിൻ്റെ കഴിവും തെളിയിച്ചു. ഇതൊരു വിധിവൈപരീത്യമാകാം. മറ്റൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും സർക്കാർ വളരെയേറെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് മനോജ് എബ്രഹാം IPSന്റെ സേവനം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മനോജ് എബ്രഹാമിന് വിജയിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലീസ് സേനയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിക്കണമെങ്കിൽ, പോലീസിന്മേൽ ജനങ്ങളുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ കിട്ടണമെങ്കിൽ സഖാവ് EK നായനാർ കാണിച്ച ആ മാന്യത പിണറായി വിജയനും കാണിക്കണം. പോലീസിന്റെ കാര്യത്തിൽ അനാവശ്യമായി കയറി ഇടപെടരുത്. പോലീസ് സേന നിങ്ങൾക്ക് എസ്കോർട്ട് അടിക്കുവാൻ മാത്രം ഉള്ളവരല്ല എന്ന് മനസ്സിലാക്കുക. നാട്ടിലെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ അവർക്ക് ശ്രദ്ധിക്കുവാൻ, പക്ഷപാതരഹിതമായി പ്രവർത്തിക്കുവാൻ സാധിക്കണം. നാണംകെട്ട വാളി ശശിയെ പോലെയുള്ളവന്മാരെ വെച്ച് മിടുക്കന്മാരായ IPS ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കരുത്. ക്ലിഫ് ഹൗസിലും നിങ്ങളുടെ ഗസ്റ്റ് ഹൗസുകളിലും വന്ന് കുനിഞ്ഞു നിൽക്കേണ്ടവരല്ല IPS ഉദ്യോഗസ്ഥർ എന്ന ചിന്ത വേണം. അനാവശ്യ കാര്യത്തിൽ ഇടപെടുവാൻ, വിരട്ടുവാൻ വരുന്ന പൊളിറ്റിക്കൽ പിമ്പുകളെ കുനിച്ചു നിർത്തി കൂമ്പിലടിക്കുവാനുള്ള ആർജവം മുതിർന്ന IPS ഉദ്യോഗസ്ഥർ കാണിക്കണം. UPSC പരീക്ഷ എഴുതി IPS എടുത്തവർ ശിവരഞ്ജന്മാരുടെ തലത്തിലേക്ക് തരംതാണു പോകരുത്. നട്ടെല്ലിനുള്ള ആ പരിരക്ഷ നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. അതുപോലെ ക്രിമിനലുകൾക്കെതിരെ തമിഴ്നാട് പോലീസ് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കേണ്ട സമയത്ത് തോക്കുപയോഗിക്കുവാനും സാധിക്കണം. K വിജയനും K ശശിക്കും ഇടയിലായ മനോജ് എബ്രഹാം IPSന് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കുക. അദ്ദേഹം വിജയിക്കും. കാരണം അദ്ദേഹം ഒരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.